ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഏതോ ജന്മകൽപ്പനയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ ചുരുക്കത്തിൽ എപ്പിസോഡിൻ്റെ കഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അമ്പലത്തിൽ പോയേക്കാണ്. എന്നിട്ട് സ്വന്തം കുട്ടികൃഷ്ണനോട് പറയുകയാണ് എങ്ങനെയെങ്കിലും അദ്ദേഹം ഈ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും അശ്വിൻ സാറിനെ രക്ഷിക്കണം. ഞാൻ ചെയ്ത കുറ്റത്തിന് അദ്ദേഹം ശിക്ഷിക്കാൻ പാടില്ല. ഞാൻ കുറേ ദിവസം ഇവിടെ വന്നിട്ട് ഇഷ്ടം കൊണ്ട് തിരക്ക് കൊണ്ടൊന്നും അല്ല, എന്തോ കാരണത്താൽ എനിക്ക് വരാൻ പറ്റിയില്ല, മറന്നിട്ടൊന്നുമല്ല എന്നിങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് എങ്ങനെയാണെങ്കിലും അശ്വിൻ സാറിനെ രക്ഷിക്കണം കാത്തോളനെന്ന് പറയും. അപ്പോഴത്തേക്ക് പൂജാരി വന്നിട്ട് പ്രസാദം കൊടുക്കും. എന്നിട്ട് ഒരു ചുവന്ന പട്ട് കൊടുക്കും അതിൻ്റെ കൂടെ. അപ്പോൾ പറയും ഇത് ഭഗവാന് പൂജിച്ച പട്ടാണ്, ഇത് കൂടെ എപ്പോഴും വെക്കണം, വെച്ച് കഴിഞ്ഞാൽ രക്ഷിച്ചോളും, ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടായിക്കോളും, ആപത്ഘട്ടത്തിൽ രക്ഷിച്ചോളും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശ്രുതി അതും എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങും. പിന്നെ കാണിക്കുന്നത് വീട്ടിൽ നമ്മുടെ രാജകുമാരി, നമ്മുടെ അഞ്ജലി അവിടെ ഇരിക്കുകയാണ് സോഫയിൽ. അപ്പോഴത്തേക്കും ശ്യാമ വരും. എന്നിട്ട് വക്കീൽ സാറിന് നേരത്തെ എത്തിയോ എന്നിങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് എന്തേ നേരത്തെ എത്താനും പാടില്ലേ, രാജകുമാരി നേരത്തെ എത്തിയതും കുഴപ്പമായെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, പതിവില്ലാതെ ഒന്ന് നേരത്തെ വന്നപ്പോൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ, സന്തോഷം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതി എത്തും. എന്നിട്ട് ശ്രുതി ഇതെവിടെ പോയി ചോദിക്കും ശ്യാമ. അപ്പോൾ അഞ്ജലി പറയും ഒരു സമയം പെട്ടെന്നുണ്ട് പുറത്തേക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. അപ്പോഴേ എനിക്ക് തോന്നി അമ്പലത്തിലാണെന്ന്. അവൾ കുഞ്ഞൻ്റെ കാര്യത്തിൽ ഇച്ചിരി ടെൻഷനിലാണ്, സങ്കടത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയെന്നൊക്കെ പറയും. അപ്പോൾ അളിയനെക്കുറിച്ച് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, അളിയൻ ബിസിനസ് ട്രിപ്പിലല്ലേ എന്നിങ്ങനെ ശ്യാമ പറയും. അപ്പോൾ അഞ്ജലി പറയും അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, സ്നേഹിക്കുന്ന ആൾ വേർപിരിഞ്ഞിരിക്കുമ്പം അങ്ങ് ദൂരെ ഇരിക്കുമ്പം അനുഭവിക്കുന്നവർക്കേ അറിയൂ, ആ വേദന അനുഭവിക്കുന്നവർക്കേ അതറിയൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. എന്നിട്ട് പ്രസാദം എവിടെയും ചോദിക്കും. പ്രസാദം ഇങ്ങനെ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ആ ചുവന്ന പട്ട് നിലത്ത് വീഴും. അപ്പം തന്നെ അവൾ ടെൻഷനാവും. അപ്പോൾ ഇതെന്താ ഇങ്ങനെയും ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ നിലത്തുനിന്ന് അതൊന്നും പ്രശ്നമാക്കണ്ടെന്ന് ശ്യാം പറയുന്നുണ്ട്. എന്നിട്ട് അവൾ നിലത്തുനിന്ന് ഇങ്ങനെ പട്ടെടുക്കാൻ നോക്കുമ്പം ശ്യാമിൻ്റെ ഷൂവിൽ ചുവപ്പ് കളർ ഇങ്ങനെ കാണും. അപ്പോൾ എന്നിട്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇതെന്താ ചോരയാണോ, ഇനി അശ്വിൻ സാറിന് എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും അതാണോ എന്നൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ പോലെ, ഒരു സംശയം പോലെ അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് ചുവന്ന പട്ടെടുത്തിട്ട് ഇങ്ങനെ എണീക്കും. എന്നിട്ട് രണ്ടാൾക്കും പ്രസാദമൊക്കെ കൊടുക്കും. എന്നിട്ട് അഞ്ജലി പറയും രണ്ടാൾക്കും ഞാൻ കോഫി എടുക്കാം, രണ്ടാളും ഒന്ന് ഫ്രഷായിട്ട് വന്നിങ്ങനെ പറയും, വേഷമൊക്കെ മാറിയിട്ട് വന്ന് പറയും. അങ്ങനെ അഞ്ജലി കിച്ചണിലേക്ക് പോവും. എന്നിട്ട് ശ്യാം ശ്രുതിയെ നോക്കിന്നെ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ആ ഒരു ബ്ലഡിൻ്റെ ബാക്കിൽ അത് കണ്ടതിൻ്റെ ആ ഒരു പുറകെയാണ്. അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറ്റി കാണുമോ, ഇനി അശ്വിൻ സാറിൻ്റെ ചോരയാണോ, അത് ചോര തന്നെയാണോ, ആ ഷൂവിൽ കണ്ടത് അത് തന്നെയാണോ, ഇനി എനിക്ക് ദൈവം തന്ന സൂചനയാണോ, അത് ദൈവം കാണിച്ചു തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2 തവണ ആരെയോ ഫോൺ വിളിക്കും. ആരെയൊന്നും പറയുന്നില്ല, ആരെയോ വിളിക്കും, പക്ഷേ കിട്ടില്ല. അതിൻ്റെ സാറിനെ ആയിരിക്കും, അതിൻ്റെ ഒരു നിരാശയിലായിരിക്കും അവൾ ശ്രുതി. എന്നിട്ട് അവളിങ്ങനെ സോഫയിൽ ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്യാമിൻ്റെ റൂമിലാണ് കാണിക്കുന്നത്. ശ്യാമിനെ അഞ്ജലി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വരികയാണ്. ശ്യാമാണെങ്കിൽ ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെ കണ്ടപ്പോൾ തന്നെ അത് മതിയാക്കും. എന്നിട്ട് പറയും ഞാൻ എത്ര നേരമായി ഫുഡ് എടുത്ത് വെച്ചിട്ട് എത്ര നേരമായി വിളിക്കുന്നു, എന്താ വരാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോൾ, തിരക്കായിപ്പോൾ, അതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെ എന്നാൽ വേഗം വാ, ഇനിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലേറ്റാവും, എൻ്റെ കൂടെ തന്നെ വരണം എന്ന് പറയും. ഞാൻ വരാം, നീ പൊയ്ക്കോന്ന് ശ്യാമ പറഞ്ഞെങ്കിലും അഞ്ജലി വീട്ടില്ല, എൻ്റെ കൂടെ തന്നെ വരണം, അല്ലെങ്കിൽ വീണ്ടും ഫോണിൽ തന്നെയാവും, തിരക്കാവും എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അഞ്ജലി കൈയോടെ കൂട്ടിക്കൊണ്ടുപോകും. ആ സമയത്ത് ഫോൺ അവിടെ വെച്ചിട്ടാണ് ശ്യാം പോവുക. എന്നിട്ട് താഴെ ഇറങ്ങും. അവർ ആ റൂമിൽ കടന്നു പോയ ഉടനെ ശ്രുതിൻ്റെ റൂമിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരും, ശ്യാമിൻ്റെ റൂമിലേക്ക് ഓടിപ്പോവും. എന്നിട്ട് ആ ഷൂവും ഇങ്ങനെ എവിടെയുള്ളതെന്ന് പരതും. അപ്പോഴത്തേക്ക് ഷൂ കാണും. എന്നിട്ട് ആ സ്റ്റെയിൻ, അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ബ്ലഡിൻ്റെ സ്റ്റെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് ബഡ്സ് അങ്ങാറ്റം ഇങ്ങനെ ബഡ്സിനെ കൊണ്ടിങ്ങനെ എടുക്കും ഷൂവിൽ. അപ്പോഴത്തേക്കും താഴെ പോയ ശ്യാം പകുതിക്കുന്ന് എൻ്റെ ഫോൺ എവിടെയെന്നും പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞിട്ട് ആ ഡോർ തുറക്കാൻ പോകുമ്പോഴത്തേക്ക് ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഫോൺ റിങ് ചെയ്യുന്നും ഉണ്ടായിരുന്നു. ശ്രുതി ഒളിച്ചു നിന്നു. എന്നിട്ട്
ഡോർ തുറക്കാൻ പോകുമ്പോഴത്തേക്ക് ശ്യാമ ഡോർ തുറക്കാൻ പോകുമ്പോഴത്തേക്ക് വീണ്ടും അഞ്ജലി വരും. ഈ ശ്യാമേട്ടനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പുറകിൽ നോക്കാൻ അവനെ കാണില്ല. പുറകിൽ നോക്കുമ്പോൾ അപ്പോഴത്തേക്കും അഞ്ജലി വീണ്ടും മുകളിൽ കയറിയിട്ട് അവനെ വിളിക്കും. ഈ ശ്യാമേട്ടൻ്റെ ഒരു കാര്യം എന്തിനാണ് വീണ്ടും വന്നേ നിൽക്കും. അപ്പോൾ അതെൻ്റെ ഫോൺ മറന്നുപോയി എന്നിങ്ങനെ പറയും. ഫോണൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കുറച്ച് സമയം ഒരു ഫോണില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ആ കുന്ത്രാണ്ടൊന്ന് മാറ്റി വെക്ക്, അങ്ങനെയെങ്കിലും കുറച്ച് സമയം ഒന്ന് അതിൽ നിന്ന് മാറി നിൽക്കുമല്ലോ എന്ന് പറയുകയാണ്. എന്നിട്ട് ഓക്കെ രാജകുമാരി ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും അവർ രണ്ടാളും കൂടെ താഴേക്ക് വരും. അവൾ വീണ്ടും കിച്ചണിൽ പോയ സമയം നോക്കിയിട്ട് അപ്പോഴത്തേക്ക് ശ്രുതി പുറത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ, റൂമിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. എന്നിട്ട് അവർ താഴെ വന്ന സമയം നോക്കിയിട്ട് ശ്രുതി പുറത്തിറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഇവൻ വീണ്ടും മേലെ കയറും. ശ്യാമ വീണ്ടും മേലെ ഓടി കയറും. അഞ്ജലി കിച്ചണിൽ പോയ സമയത്തൊക്കെ നോക്കിയിട്ട് വീണ്ടും ശ്യാമ ഓടി കയറും. ഇവൾ നമ്മുടെ ശ്രുതി പുറത്തിറങ്ങിയിട്ട് ഡോറിങ്ങനെ തുറക്കുകയാണ്, അല്ല തുറക്കല്ല, അടക്കുകയാണ്, ഡോറിങ്ങനെ അടക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്യാം ഇങ്ങനെ പുറകോട്ട് നോക്കിയിട്ട് ഇങ്ങനെ റൂമിലേക്ക് അഞ്ജലി വരുന്നില്ലല്ലോ നോക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടാം. എന്നിട്ട് നീ എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടാളും കൂടെ ഞെട്ടി. ശ്രുതിയെ എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലിലാണല്ലോ കാണുന്നത്, വാതിലിൻ്റെ അടുത്താണല്ലോ കാണുന്നത്. നീ എന്താ ഇവിടെ, നിനക്ക് എന്താ എൻ്റെ റൂമിൽ കാര്യം, നമ്മുടെ റൂമിൽ നിനക്കെന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും അതൊന്നും പറയാൻ താല്പര്യമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് നീ എന്താ ഇവിടെ എന്ന് പറ, എന്താ കാര്യം എന്ന് പറയാൻ ചോദിക്കും. അപ്പോഴത്തേക്ക് ശ്രുതി തള്ളി മാറ്റിയിട്ട് ശ്യാമിനെ തള്ളി മാറ്റിയിട്ട് അവളുടെ റൂമിലേക്ക് പോകും. അപ്പോൾ തന്നെ ശ്യാം അവൻ്റെ റൂമിലേക്ക് കയറി നോക്കും, എന്താ സംഭവിച്ചത്, എന്ത് ചെയ്യാനാണ് വന്നതെന്നുള്ളത് നോക്കും. അപ്പോൾ ഒന്നും കാണില്ല. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കും, ഒരു കുഴപ്പം അന്നേരം കാണില്ല. എന്നിട്ട് അവൾ പിറ്റേന്ന് രാവിലെ അവൾ ലാബിൽ പോയിട്ട് ഇത് ബ്ലഡ് സ്റ്റെയിൻ തന്നെയാണോ എന്ന് പരിശോധിക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയും അതെ ബ്ലഡിൻ്റെ സ്റ്റെയിൻ തന്നെയാണ് കൊണ്ടുവന്നതെന്ന് പറയും. അപ്പോൾ ഏത് ഗ്രൂപ്പാണെന്ന് അറിയാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും അറിയാനൊക്കെ പറ്റും, കുറച്ച് സമയം എടുക്കുമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും അതൊന്നും കുഴപ്പമില്ല, സമയം എടുത്തോളൂ, എനിക്ക് അത്യാവശ്യമായിട്ടാണ്, അറിയേണ്ട അത്യാവശ്യമായിട്ടാണ്, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ ഓക്കെ പറയും. അവർ സ്റ്റാഫ് എടുത്തു തരാമെന്ന് പറയും. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പം അവൾ മറ്റേ കാര്യങ്ങളൊക്കെ ആലോചിക്കും, ഇനി അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും റിസൾട്ട് വരും. ഓ നെഗറ്റീവാണ് എന്ന് പറയും, കണ്ടുപിടിച്ചിട്ടുണ്ട്, റിസൾട്ട് ഇതിലുണ്ട്, ഓ നെഗറ്റീവാണെന്ന് സ്റ്റാഫ് പറയും. എന്നിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അഞ്ജലി കിച്ചണിലുണ്ടാവും, പാലങ്ങാനും കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ടിങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് അറിയണമല്ലോ, നമ്മുടെ അശ്വിൻ സാറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് അഞ്ജലി എടുത്ത് പോവും. എന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്ന് റെസ്റ്റ് എടുത്തെന്നൊക്കെ ആദ്യം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിക്കും, ഒന്ന് റെസ്റ്റ് എടുത്താട്ടെ, പണിയൊന്നും നിൽക്കണ്ട, എന്നോട് പറഞ്ഞാൽ പോരെന്നൊക്കെ പറയും. അപ്പോൾ എന്നിട്ട് ഇവിടുത്തെ രണ്ടാളാണ് എന്നെ പണിയെടുക്കാൻ സമ്മതിക്കാത്തത്, അവരെ ഗ്രൂപ്പിൽ നീയും ആയോ, എതിർ ടീമിൽ നീയും ചേർന്നോ എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും സുഖമല്ലേ എന്നിങ്ങനെ ശ്രുതി ചോദിക്കും. എന്നിട്ട് ഡെലിവറി അടുക്കുമ്പോഴത്തേക്ക് ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തിനെന്നൊക്കെ അഞ്ജലി ചോദിക്കും. എന്നിട്ട് ഇവൾ പറയും അല്ല അച്ഛൻ്റെയും അമ്മേൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായാലും കുട്ടിക്ക് പ്രോബ്ലം ആണെന്നൊക്കെ പറയുന്നത് കേട്ടു, ചേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവൾ ആദ്യം പറയും കുട്ടിക്ക് അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. എന്നിട്ട് അവളുടെ ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണെന്ന് പറയും. അപ്പോൾ ശ്യാമേട്ടനെയും ചോദിക്കും. അപ്പോൾ അതും എന്നെപ്പോലെ തന്നെ AB പോസിറ്റീവ് ആണെന്ന് പറയും. അപ്പോൾ അശ്വിൻ സാറ് AB പോസിറ്റീവ് ആയിരിക്കും അല്ലേ എന്നിങ്ങനെ ശ്രുതി പറയും. അപ്പോൾ ആരാ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും എന്ന്, അല്ല ചേച്ചിയുടെ അനിയനാണല്ലോ, ചേച്ചി AB പോസിറ്റീവ് ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അഞ്ജലി പറയും അതൊന്നുമല്ല, കുഞ്ഞിന് O നെഗറ്റീവാണെന്ന് പറയും. അതായത് ആ റിപ്പോർട്ടിലുള്ള ആ സ്റ്റാഫ് പറഞ്ഞ അതേ ബ്ലഡ് ഗ്രൂപ്പാണ്. അവൾ ആലോചിക്കും ഈശ്വര എന്നൊരു വിളി. അപ്പോൾ അവൾ വിളിക്കും. എന്നിട്ട് അഞ്ജലി ചോദിക്കും എന്താ കുഴപ്പം, എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് തടി തപ്പും, ഒന്നുമില്ല, അത് പെട്ടെന്ന് AB പോസിറ്റീവ് അല്ലല്ലോ എന്നുള്ള ഇതിൽ ഞാൻ പെട്ടെന്ന് വിളിച്ചു പോയതാണെന്നിങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. എന്നിട്ട് അവളുടെ മനസ്സിൽ അത് തന്നെ ഉണ്ടാവും, അശ്വിൻ സാറിന് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ആലോചിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് അവൾ തന്നെ പറയുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ശ്യാമിൻ്റെ റൂമിൽ, അവൾ ദേഷ്യത്തോടെ ശ്യാമിൻ്റെ റൂമിൽ വരും. ശ്യാമിൻ്റെ റൂമിൽ അവിടെ ആ ഒരു ബ്ലഡ് സ്റ്റെയിനുള്ള ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആര്, നമ്മുടെ NK ചേട്ടനാണ് അവിടെ ഉള്ളത്. പക്ഷേ ശ്യാമാണെന്ന് കരുതി ഇവളെല്ലാം വിളിച്ചു പറയും. നിങ്ങളെന്താ വിചാരിച്ചത്, എനിക്കൊന്നും മനസ്സിലാവില്ലെന്നാണോ, നിങ്ങൾ അശ്വിൻ സാറിനെ ഈ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത് നിങ്ങളല്ലേ, എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങളുടെ ഷൂവിലുള്ള ചോരയുടെ കറയല്ലേ അത്, നിങ്ങളെന്താ അശ്വിൻ സാറിനെ ചെയ്ത്, എന്താ കൊണ്ടുപോയി ചെയ്ത്, എവിടെയാണ് ഉള്ളത്, എവിടെയാക്കിയത്, ഇതൊന്നും മനസ്സിലാവില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. എൻ്റെ കയ്യിലെ ഡോക്യുമെൻറ്റ്സും നിങ്ങളല്ലേ എടുത്ത് മാറ്റിയത്, അതൊക്കെ എനിക്ക് മനസ്സിലായി, ഇതൊന്നും മനസ്സിലാക്കാനുള്ള വിവരവും വിവേകവും ഇല്ലാന്നാണോ നിങ്ങൾ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നിങ്ങളെന്താ ഒന്നും പറയാത്തത്. അപ്പോൾ അവിടുന്ന് എനിക്ക് എണീക്കും, എനിക്കിതൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്ക് എന്നിട്ട് എണീക്കും.
എന്നിട്ട് നിങ്ങളെന്തൊന്നും പറയാത്തത്, അശ്വിൻ സാർ എവിടെയാണെന്ന് പറ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് തിരിക്കും, ദേഷ്യത്തോടെ ഇങ്ങനെ എനിക്കിങ്ങനെ തിരിക്കും. അപ്പോഴാണ് അവൾ കാണുന്നത് എനിക്കാണല്ലോ എന്നുള്ളത്. അവൾക്ക് ആകെ അത്ഭുതപ്പെട്ടു. എന്നിട്ട് എന്താ ശ്രുതി നീ പറഞ്ഞതെന്ന് എനിക്ക് ചോദിക്കും. അപ്പോഴത്തേക്കും ശ്രുതി വേഗം ശ്രുതിയുടെ റൂമിലേക്ക് ഓടിപ്പോവും. എന്നിട്ട് റൂമിൽ പോയിട്ട് ഞാൻ എന്താ അവിവേകമായി കാണിച്ചത്, എനിക്കോടാണല്ലോ എല്ലാം പറഞ്ഞത്, എനിക്ക് ചേട്ടനോടാണല്ലോ എല്ലാം പറഞ്ഞത്, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ എന്ത് മണ്ടത്തരായി കാണിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ എന്നോട് എന്തായാലും ഇപ്പോൾ വന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കും, ഞാൻ എന്താ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കൈയും തലയിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് റൂമിൽ എനിക്ക് ചേട്ടൻ റൂമിൽ വരും. എന്നിട്ട് ചോദിക്കും, ശ്രുതി നീ എന്താ പറഞ്ഞത്, ശ്യാമും നീയും തമ്മിൽ എന്താ ഇഷ്യൂ, എന്തൊക്കെ നീ പറഞ്ഞത്, എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല, അത് പിന്നെയും ഞാൻ റിവൈൻഡ് ചെയ്തെടുത്ത് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാനും പറ്റുന്നില്ല, എന്താ പ്രശ്നം നീ ഒന്ന് തെളിച്ച് പറയാമെന്ന് ഇങ്ങനെ പറയുകയാണ്. ശ്രുതി അത് പിന്നെ എന്നൊക്കെ പറയുകയാണ്. തപ്പി കളിക്കുമ്പോൾ വീണ്ടും എനിക്ക് പറയും, ശ്രുതി നീ കറക്റ്റ് പറ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ പറ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നീ പറ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.